മാർപ്പാപ്പയുടെ മരണം വ്യാജവാർത്തകളും ഒരുപോലെ പ്രചരിക്കുന്നു, സൂക്ഷിക്കുക. ഇന്ന് AI സംവിധാനം വന്നതോടുകൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദുരുപയോഗവും ഒരുപോലെ നടക്കുന്നു എന്നുള്ളത് സത്യമാണ്. ചിലർക്ക് വെറുതെ ഇരിക്കുമ്പോൾ വാർത്താ ദാരിദ്ര്യമൂത്ത് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മാർപ്പാപ്പയുടെ മരണം ആഘോഷമാക്കി പണം സമ്പാദിക്കുന്നത്. വീണിടം കുഴിക്കുന്നവരാണ് ഇവർ. അസാധികാര്യങ്ങൾ പലത് സാധ്യമായ രീതിയിൽ ചെയ്ത് ഈ ലോകം നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു വ്യക്തിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കേണ്ട ഈ നിമിഷങ്ങളിൽ തന്നെ ആവശ്യമില്ലാത്ത വാർത്തകൾ കൊടുത്ത് ജനങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിക്കുന്ന ഇത്തരം മാധ്യമങ്ങൾക്കെതിരെ നടപടി ഉണ്ടായേ മതിയാകൂ. ഇന്നലെ മാർപ്പാപ്പയുടെ മരണം നടന്ന മണിക്കൂറുകൾ പോലും ആയിട്ടില്ലെന്നിരിക്കെ പെട്ടിയിൽ കിടത്തിയ പാപ്പയുടെ മൃതദേഹം എന്ന് തോന്നിപ്പിക്കുന്ന ചിത്രത്തിൽ ഏതാനും ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. എന്നാൽ ചിത്രത്തിൽ പാപ്പ പിടിച്ചിരിക്കുന്ന കുരിശ് രൂപത്തിൽ യേശുവിൻ്റെ മുഖമില്ല. അതുകൊണ്ട് തന്നെ ഇത് ചില സാത്താൻ സേവയുടെ സൃഷ്ടിയാണെന്ന് തന്നെ നമുക്ക് ഉറപ്പാക്കാം. ഇതുപോലെ മറ്റൊന്നാണ് അടുത്ത മാർപ്പാപ്പയെക്കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശേഷം കർദിനാൾമാർ കോൺക്ലേവ് കൂടിയാണ് അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് ആഗോള കത്തോലിക്ക സഭാ നേതൃത്വം കടക്കുക. എന്നാൽ അതിനു മുമ്പ് തന്നെ അടുത്ത മാർപ്പാപ്പയെക്കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ ചില മാധ്യമങ്ങൾ തങ്ങളുടെ ഭാവനാ സൃഷ്ടിയിൽ ഇതിനകം രൂപപ്പെടുത്തി വാർത്ത കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവചനത്തെ വളച്ചൊടിച്ച് അടുത്ത മാർപ്പാപ്പയോടുകൂടെ ഈ ലോകം അവസാനിക്കുമെന്നൊക്കെയുള്ള തെറ്റായ വാർത്തകളിലൂടെ നവമാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവരും ഏറെയാണ്. ഇതിൽ ഒരിക്കലും വിശ്വസിക്കരുത്. മാർപ്പാപ്പയുടെ മരണവും സംസ്കാരവും തുടർന്നുള്ള കാര്യങ്ങളുമെല്ലാം അതാത് സമയം വത്തിക്കാൻ ന്യൂസിൻ്റെ മീഡിയ സെക്ഷൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ ലോകത്തെ അറിയിക്കുന്നുണ്ട്. മറ്റുള്ളതെല്ലാം കിംവദന്തികളാണ്. വ്യാജ വാർത്തകളിൽ കുടുങ്ങി നമ്മൾ വഞ്ചിതരാകരുത്.